എന്താ പ്രശ്നം? എന്താ എന്താണ് പ്രശ്നം? അച്ചിക്കോന്ത് അച്ചിയുടെ വാക്കും കേട്ടോണ്ട് എന്നോട് ചോദിക്കാൻ വന്നിരിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലേ? പോവുക മകളുടെ അടുത്തോട്ട്. ഇനി ഇത് എന്ന് മകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. മകള് തിരിച്ച് കുറെ പറഞ്ഞു കൊടുക്കും നുണ പറയാൻ വേണ്ടിട്ട്. പറയും. അവളെ വാക്കും കേട്ടുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നിരിക്കുന്നു. അവളെ മുമ്പിൽ വെച്ചുകൊണ്ട് എടാ എനിക്കും എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. ഞാൻ എൻ്റെ അമ്മ എന്തായാലും ഒന്നും പറയാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത് നന്നായി. നാണയില്ലാത്തവൻ ഭാര്യയുടെ വാക്കും കേട്ടിട്ട് അമ്മേനെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്നെ അറിഞ്ഞൂടാ. ദേ അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാനിവിടെ ഇരിക്കാം. ഞാൻ ചോദിക്കുമല്ലോ. എനിക്കെന്താ, അമ്മയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. അവൻ അന്നേരം എന്ത് ചെയ്യും? ഓ വലിയ പോലീസുകാരനും ഭാര്യയും വന്നേക്കുന്നു. ഭാര്യ തെറ്റ് ചെയ്താലും അമ്മേനെ ചോദ്യം ചെയ്യുന്നു. ഇതെവിടത്തെ ന്യായം ഇത്? അമ്മ ഇനി മിണ്ടാനേ പോണ്ട, ഇങ്ങോട്ട് വരട്ടെ, മിണ്ടി വരട്ടെ. അമ്മേനോട് ക്ഷമ പറയട്ടെ. ആഹാ, അവളെ അമ്മ മരുമോളെ പോലെയാണോ അവളെ കാണുന്നത്? ആണോ? അമ്മ വിഷമിക്കണ്ട, അമ്മ വിഷമിക്കണ്ട. വേറെ ഏത് കുടുംബത്തുണ്ട് ഇത്രയും സന്തോഷവും സമാധാനവും? എന്നിട്ടാണ് അമ്മേനെ ചോദ്യം ചെയ്യുന്നത്. എന്തുമാത്രം സഹിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാനൊക്കെ ഒന്നും വേണ്ട. അവക്ക് ഡാൻസ് എന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയാ പോരെ? അമ്മ ആ കുടുംബം നോക്കൂലേ? എനിക്കുണ്ടോ അങ്ങനെ ഒരാള്? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില. നീ എന്നോടൊന്നും സംസാരിക്കണ്ട. എനിക്ക് നിന്റെ കൂടെ ഒന്നും പറയാനുമില്ല. ഇനി ഞാൻ നിന്റെ അടുത്ത് മിണ്ടത്തുമില്ല. മാറങ്ങോട്ട്. അമ്മയ്ക്ക് എന്ത് പറ്റിയാണേ? അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് മനസ്സിലായില്ലാത്തതാണോ അതോ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നതാണോ നീ? കുറച്ചും കൂടി ചോദ്യം ചെയ്യണം അമ്മേനെ. അത് ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യും. കാരണം അമ്മ നമ്മൾ ഇത്ര നാളും പെറ്റു വളർത്തിയതാണല്ലോ. അപ്പൊ ചോദ്യം ചെയ്യണം. എന്നിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയടി? അമ്മയ്ക്ക് കുന്തം. അമ്മയ്ക്ക് എന്ത് പറ്റിയാലും നീ അന്വേഷിക്കണ്ട. എന്റെ അമ്മേനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരെ അനുവദിക്കൂല. അങ്ങനെ അമ്മ ആരുടെ മുമ്പിൽ നാണം കെട്ട കാര്യവും ഇല്ല. ഭാര്യനെ കൊണ്ട് അമ്മേനെ ചോദ്യം ചെയ്യിപ്പിക്കാൻ നടക്കും. എന്തറിഞ്ഞിട്ടാണ്? നീയും അവളും കൂടെ ഓരോ ഊഹാഭോഗം വെച്ചിട്ടേ അമ്മ എരിയായിട്ട് കൊടുത്തത്. ഇനി വല്ലതും ഉണ്ടാക്കിയോണ്ടല്ലേ പറഞ്ഞ സമാധാനിപ്പിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. അല്ല അമ്മയുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. ഇനി ഉണ്ടല്ലേ? എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. എനിക്ക് ഒരാളെയും പേടിയില്ല. എന്തറിഞ്ഞിട്ടേ കിടന്ന് ചാടുന്നത്? എന്ത്? ഞാനാ മച്ചമ്മയുടെ തമ്മിലത്തെ കാര്യം പറഞ്ഞു കൊടുത്ത്. ഓ മഹാനുഭാവൻ വന്നു, പെങ്ങളെ പൊതിയാൻ വേണ്ടി വന്നു. ഞാനും ചോറുണ്ടാ ജീവിക്കുന്നത്. എനിക്കറിയാം എന്താ സത്യം എന്നുള്ളത് കേട്ടോ. നീ ഒരുപാട് കുറ്റം അങ്ങ് ഏറ്റ് തലയിൽ വെക്കില്ല. നിനക്ക് അല്ലെങ്കിലേ കുറെ ഭാരമുണ്ട്. ഓ പെങ്ങളെ ഉടനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നു. മിണ്ടരുത് റൊണാൾഡേ. എനിക്ക് ആരുടെ വാക്ക് കേൾക്കണ്ട. എനിക്ക് എന്റെ അമ്മ പറയണത് കാര്യം തന്നെയാ. കസേര അറിയാൻ വന്നേക്കുന്ന ഒരുത്തൻ ഇവിടെ മേടിച്ചിട്ടേക്കുവാണല്ലോ കസേര.